ഇന്ന് ഞാൻ നേരെ പറമ്പിലേക്ക് ഇറങ്ങിയത് കുറച്ച് പച്ചമുളകൊക്കെ പൊട്ടിക്കണം, പിന്നെ നമുക്ക് ഇരുമ്പുളിയൊക്കെ പൊട്ടിക്കാനുണ്ട് കറി വെക്കാനൊക്കെ ആയിട്ടാട്ടോ. ഇത് നമ്മുടെ ഭാസ്കര മുളക് കേട്ടോ, നന്നായിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നോക്കിയത് നിത്യവഴുതനങ്ങ നമ്മുടെ വീട്ടിലത്തെ പറമ്പിൽ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വിയറ്റ്നാമേരിലാണ് എപ്പോഴും ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കും, വിയറ്റ്നാമേരിയുമേ. അങ്ങനെ ഞാൻ ആ കറി വെക്കാൻ വേണ്ടി കുറച്ച് ഇരുമ്പുളിയൊക്കെ പൊട്ടിക്കാൻ വേണ്ടി വന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇരുമ്പുളി ഉണ്ടാവാറുണ്ട്. ഇനി ചിലവർക്ക് ഇരുമ്പുളി ഉണ്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ തലേദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് രാവിലെ കടക്കിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട് നന്നായിട്ട് ഇരുമ്പുളിയൊക്കെ ഉണ്ടായി കിട്ടും. അപ്പോൾ ഞാനിതാ കറിക്ക് കുറച്ച് ഇരുമ്പുളിയൊക്കെ പൊട്ടിച്ചു. പിന്നെ നമ്മുടെ അല്ലുത വെയിലത്ത് എടുക്കണ്ടായിരുന്നു, അവൾക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുത്തു. ഭയങ്കര ഇഷ്ടമായിട്ടോ വെയിലത്ത് കിടന്നിങ്ങനെ മറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇത്രയും ഇഷ്ടമുള്ള കാര്യം വേറെ ഒന്നുമില്ല. അത് നമ്മൾ നോക്കിക്കും വേണം, എങ്കിലാണ് ഈ ഒരു കളി കാണിക്കാൻ അവൾക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരത്തെ നമ്മുടെ പറമ്പിൽ കുറച്ച് ഉള്ളിലേക്ക് നടാനുണ്ടായിരുന്നു. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഉള്ളി നടുക. അത് മാത്രമല്ല നമുക്ക് ഉള്ളിലേക്ക് നട്ടിട്ട് വിളവെടുക്കുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വട്ടം നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിലേക്ക് നട്ടു കൊടുത്ത് നന്നായിട്ട് നമ്മൾ നനച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഉള്ളി നട്ട് കഴിഞ്ഞ് 2 നേരം നല്ല വേനലാണല്ലോ, 2 നേരം നന്നായിട്ട് നനച്ച് തന്നെ കൊടുക്കണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അവിടുത്തെ പറമ്പിൽ ഉള്ളിക്ക് കുറച്ച് വളമൊക്കെ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ നേരെ അവിടുത്തെ പറമ്പിൽ പോവാണ്. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിക്ക് വളം ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന രീതിയിൽ വളമൊക്കെ ഇട്ട് കൊടുത്തേക്ക് നമുക്ക് നന്നായിട്ട് ഉള്ളിലേക്ക് വിളവെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമ്മുടെ എന്താ പറയുക, ബീട്രൂട്ട് തൈ നട്ടിട്ട് കുറച്ച് കളപ്പുല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ച് കളയാൻ വേണ്ടി നിന്നു. പിന്നെ നമ്മുടെ മുളക് കുറച്ച് പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ ശരിക്കും കൊണ്ടോട്ട മുളകാണ്, പക്ഷെ അത്രയും കൊണ്ടോട്ടം എനിക്ക് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ പഴുപ്പിച്ച് നിർത്തിയിട്ടോ നമുക്ക് ഉണക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക കൊത്തമരയാണ്, അപ്പോൾ അതും കൂടി പൊട്ടിച്ചെടുത്തു. പിന്നെ നമുക്ക് പൊട്ടിക്കാനുണ്ടായിരുന്നു നമ്മുടെ വഴുതിനിങ്ങയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വഴുതിനിങ്ങും പൊട്ടിച്ചൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നാളികേരം നമുക്ക് ഉണ്ടായിരുന്നു. തെങ്ങ് കയറി കഴിഞ്ഞാൽ നമ്മൾ ഓരോ വട്ടം പറമ്പിൽ വരുമ്പോൾ അർബാനയിൽ കൊള്ളാവുന്ന നാളികേരങ്ങളും കൊണ്ടായിട്ട് നമ്മൾ വീട്ടിൽ വരിക. പക്ഷെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ പേളിക്കുട്ടി. നമ്മൾ പറമ്പിൽ നിന്ന് പോണ വരെ അവൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ കോഴികൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ചീരയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തു. അങ്ങനെ നമ്മൾ പൊട്ടിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നേരെ വീട്ടിൽ വരികയാണ് കേട്ടോ. ഒപ്പം പേളിക്കുട്ടീനെ നമ്മൾ വിളിക്കണമെന്ന്, എങ്കിലേ അവൾ വരൂ. കാരണം ചിലപ്പോൾ അവൾ ഇരുന്ന് അങ്ങനെ ഉറങ്ങിപ്പോവേ. അങ്ങനെ ഞാനിതാ നേരെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ ടൈസും കൂട്ടിനൊക്കെ നമ്മളെ പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അരിഞ്ഞു വന്ന ചീര ഞാനിതാ നമ്മുടെ കോഴികൾക്കൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ കുട്ടുപട്ടണങ്ങൾ പരാതിയായിട്ട് വന്നു ചീര അവർക്ക് കൊടുക്കുന്നുണ്ടിട്ട്. പിന്നെ അതിതാ കുളിച്ച് വൃത്തിയായി നമ്മുടെ അടക്കളയിൽ കയറി കുറച്ച് നമ്മുടെ കൊത്തമ്പരോണ്ട് ഒരു തോരനൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞ് ഞാൻ ചെടികളൊക്കെ ഒന്ന് വെട്ടാനും അതേപോലെ തന്നെ അവർക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നു. എനിക്ക് കൂട്ടായിട്ട് എപ്പോഴും നമ്മുടെ കുട്ടുപട്ടണങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇന്ന് എത്രയ്ക്കൊക്കെ ഉള്ളൂ നമ്മുടെ